ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ പിക്ചർ കണ്ടോ? ഇതിലെന്തൊക്കെയാണ് ഉള്ളത്? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഒരു തവളയുണ്ട്, ഒരു ഒച്ചുണ്ട്. ഒച്ചിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ലെറ്ററാണ് അല്ലേ? ഒരു കുറുക്കനുണ്ട്, ഒരു തേനീച്ചയും ഉണ്ട് അല്ലേ? നമുക്ക് വായിക്കാം. സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ച്. ഒച്ചിനെയാണ് പറയുക സ്നെയിൽ. ഓക്കെ, സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ചാണ്. ഓക്കെ, ബ്രിങ്സ് ദ മെയിൽ. ഇവിടെ മെയിൽ എന്ന് പറയുന്നത് ലെറ്ററിനെയാണ്. ഓക്കെ, ബ്രിങ്സ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന. അപ്പോൾ മെയിൽ കൊണ്ടുവരുന്ന ഒച്ച്. സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. ഓക്കെ, ഈ പിക്ചറിൽ ഒച്ചിനെ കണ്ടോ? ഈ ഒച്ചിൻ്റെ പണിയാണ് എല്ലാവർക്കും ലെറ്റർ കൊണ്ടുപോയിട്ട് കൊടുക്കുക എന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ, ഹി ബ്രിങ്സ് ദ മെയിൽ. ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ, ഹി ബ്രിങ്സ് ദ മെയിൽ. ഇതാണ് മിസ്റ്റർ ഒച്ച്. ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ. ഇതാണ് മിസ്റ്റർ ഒച്ച്. ഹി ബ്രിങ്സ് ദ മെയിൽ. അവൻ മെയിൽ കൊണ്ടുവരുന്നു. അവൻ്റെ പണി മെയിൽ കൊണ്ടുവന്ന് കൊടുക്കുക. ലെറ്റർ, പോസ്റ്റിലൊക്കെ ലെറ്റർ വരൂലേ, അത് കൊണ്ടുവന്ന് കൊടുക്കുക എന്നതാണ് ആ ഒച്ചിൻ്റെ പണി. ഓക്കെ, എവറി ഡേ ഹി ബ്രിങ്സ് ദ മെയിൽ വിത്തൗട്ട് ഫൈൽ. എവറി ഡേ ഹി ബ്രിങ്സ് ദ മെയിൽ വിത്തൗട്ട് ഫൈൽ. എവറി ഡേ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും. എല്ലാ ദിവസവും അവൻ മുടങ്ങാതെ കത്തുകൾ കൊണ്ടുവരും. എവറി ഡേ ഹി ബ്രിങ്സ് ദ മെയിൽ വിത്തൗട്ട് ഫൈൽ. ഫൈൽ എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ. എല്ലാ ദിവസവും അവൻ മുടങ്ങാതെ ലെറ്റർ കൊണ്ടുവരും. ആരാ? ഒച്ച്. ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. ഫോക്സ് എന്ന് പറഞ്ഞാൽ ആരാ? കുറുക്കൻ. ഹലോ മിസ്റ്റർ കുറുക്കൻ, നിനക്കൊരു പെട്ടിയുണ്ട് എന്ന് പറഞ്ഞ് ആ ഒച്ചു കൊടുക്കുന്നു. എന്താ പറഞ്ഞ്? ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. ഹലോ മിസ്റ്റർ കുറുക്കൻ, നിനക്കൊരു പെട്ടിയുണ്ട്. നെക്സ്റ്റ് നോക്കാം. മിസ്റ്റർ സ്നെയിൽ മീറ്റ്സ് മിസ് ഹണിബി. മിസ്റ്റർ സ്നെയിൽ മീറ്റ്സ് മിസ് ഹണിബി. മിസ്റ്റർ സ്നെയിൽ ആരാ? ഒച്ച്. മീറ്റ്സ്, അവൻ കണ്ടുമുട്ടുന്നു മിസ് ഹണിബി. ഹണിബി എന്ന് പറഞ്ഞാൽ ആരാ? ഹണിബി എന്ന് പറഞ്ഞാൽ തേനീച്ച. മിസ് ഹണിബി എന്ന് പറഞ്ഞാൽ ആരാ? അത് പെണ്ണ് തേനീച്ച. ഓക്കെ, മിസ് എന്ന് പറയുന്നത് പെണ്ണിനെയാണ്. ആണിനെ എന്താ? മിസ്റ്റർ. ഓക്കെ, അതറിയാവോ? മിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആണിനെയും മിസ് എന്ന് പറഞ്ഞാൽ പെണ്ണിനെയും. ഓക്കെ, ഹായ് മിസ് ബി, സീ ദ ബോക്സസ്, ദീസ് ആർ ഫോർ യു. ഹായ് മിസ് ബി, സീ ദ ബോക്സസ്, ദീസ് ആർ ഫോർ യു. ഇവിടെ മിസ് ബി എന്നില്ലേ? ആ ബി ഹണിബീനെ ഉദ്ദേശിച്ചാണ്. ഓക്കെ, ഹായ് തേനീച്ചെ, സീ ദ ബോക്സസ്. ബോക്സസ് എന്നാണ്. ഒരു ബോക്സ് അല്ല, ബോക്സസ്, ഒന്നിൽ കൂടുതലാണ്. സീ ദ ബോക്സസ്, ഈ പെട്ടികൾ നോക്കൂ. ദീസ് ആർ ഫോർ യു. ദീസ് ആർ, കുറേയുണ്ട്. ഓക്കെ, ഒന്നാണെങ്കിൽ എന്താ പറയുക? ദീസ്. ഒന്നിൽ കൂടുതലാണെങ്കിൽ ദീസ്. ദീസ് ആർ ഫോർ യു. ഇവ നിങ്ങൾക്കുള്ളതാണ്. ഈ പിക്ചറിൽ 3 കണ്ടോ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ആ ഒച്ചു കൊടുക്കുന്നു. മിസ്റ്റർ സ്നെയിൽ വിസിറ്റ് മിസ്റ്റർ ഓൾ വിത്ത് സം മെയിൽ. മിസ്റ്റർ സ്നെയിൽ വിസിറ്റ് മിസ്റ്റർ ഓൾ വിത്ത് സം മെയിൽ. മിസ്റ്റർ സ്നെയിൽ ആരാ? ഒച്ച്. വിസിറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുന്നു. ഓൾ എന്ന് പറഞ്ഞാൽ ആരാ? മൂങ്ങ. മൂങ്ങനെ പറയാ ഓൾ എന്ന്. ഓക്കെ, മിസ്റ്റർ സ്നെയിൽ വിസിറ്റ് മിസ്റ്റർ ഓൾ വിത്ത് സം മെയിൽ. ആ ഒച്ച് കുറച്ച് ലെറ്ററുമായി മൂങ്ങയെ സന്ദർശിക്കുന്നു. ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്,
ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. സം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നല്ല, കൂടുതലുണ്ട്. അതിനാണ് സം എന്ന് പറയാ. ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. ഇതാ നിനക്ക് കുറച്ച് ബർത്ത്ഡേ കാർഡ്സ്. നമ്മൾ ബർത്ത്ഡേക്ക് കാർഡ് കൊടുക്കൂലേ ഗിഫ്റ്റായിട്ട്, അതാണ് കൊടുക്കുന്നത്. ഇതാ നിനക്ക് കുറച്ച് ബർത്ത്ഡേ കാർഡ്സ് എന്ന് പറഞ്ഞ് ആ ഒച്ചു മൂങ്ങയ്ക്ക് കൊടുക്കുന്നു. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. 10 cards for me. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. 10 cards for me. ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ, ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൊള്ളാം. ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ, ദാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത്. നമ്മൾ പറയൂലേ ദാറ്റ് ഈസ് ആപ്പിൾ എന്ന് പറയൂലേ, അതാണ്. എന്താ പറയുക? അത് ആപ്പിളാണ് എന്നല്ല പറയുക. അപ്പോൾ ദാറ്റ്സ് ഗ്രേറ്റ്, അത് കൊള്ളാം. 10 cards for me. 10 കാർഡുകൾ എനിക്കോ എന്ന് ആശ്ചര്യത്തോട് ചോദിക്കുന്നു. 10 cards for me എന്ന് ആ മൂങ്ങ ചോദിക്കുന്നു. ബർത്ത്ഡേക്ക് കാർഡ് കൊടുത്തപ്പോഴേ ഈ 10 കാർഡും എനിക്കുള്ളതാണോ എന്ന് ആ മൂങ്ങ ആശ്ചര്യത്തോടെ ഒച്ചിനോട് ചോദിക്കുന്നു. നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ബട്ട് യു ആർ ലേറ്റ്. മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. ബട്ട് യു ആർ ലേറ്റ്. മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. ബട്ട് യു ആർ ലേറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ നീ വൈകിപ്പോയി. ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകി. യു ആർ ലേറ്റ്, നീ വൈകിപ്പോയി. മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എപ്പോഴാ? ഇന്നലെ കഴിഞ്ഞു. അവൻ്റെ ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞു. അതുകൊണ്ടോ പറഞ്ഞേ മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. എൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, നീ വൈകിപ്പോയല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒച്ചു പറയുക, ഓ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഓ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോൾ ഒരാളെ ബർത്ത്ഡേ ഇന്നാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഹാപ്പി ബർത്ത്ഡേ എന്നല്ലേ. അപ്പോൾ ഇന്നലെ ആയിരുന്നെങ്കിലോ നമ്മൾക്ക് അവനെ ഇന്നലെ വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നെന്താ പറയുക? ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയുക. ഓക്കെ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോൾ ആ മൂങ്ങ എന്താ പറഞ്ഞത്? നീ വൈകിപ്പോയി, എൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. അപ്പോൾ ആ ഒച്ച് പറയുക, ഓ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഇനി ഇത് മറക്കുമോ നിങ്ങൾ? ഇല്ലല്ലോ. അടുത്തത് നോക്കാം. ഫ്രം മോർണിംഗ് ടു ഈവനിങ് മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. ഹി വർക്ക്സ് ഹാർഡ് ആൻഡ് ടേക്സ് നോ റെസ്റ്റ്. ഫ്രം മോർണിംഗ് ടു ഈവനിങ് മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. ഹി വർക്ക്സ് ഹാർഡ് ആൻഡ് ടേക്സ് നോ റെസ്റ്റ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒച്ച അവൻ്റെ പണിയിലാണ്. ഹി വർക്ക്സ് ഹാർഡ് ആൻഡ് ടേക്സ് നോ റെസ്റ്റ്. അവൻ കഠിനാധ്വാനം ചെയ്യുന്നു, വിശ്രമമൊന്നും എടുക്കുന്നില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ റെസ്റ്റ് എടുക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നു. ആരാ? ഒച്ച്. ഓക്കെ, അടുത്തത് നോക്കാം. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ. ഈ ഒച്ചില്ലേ, അത് വളരെ സ്ലോ ആണ്, മന്ദഗതിയാണ്. ഈ ഒച്ചിന് വളരെ മന്ദഗതിയാണ്, സ്ലോയിലേ പോവുള്ളൂ. സോ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ടു വെയിറ്റ് ഓൾ ദി ഡേ ഫോർ ദി മെയിൽ. സോ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ടു വെയിറ്റ് ഓൾ ദി ഡേ ഫോർ ദി മെയിൽ. അതുകൊണ്ട് അവൻ്റെ സുഹൃത്തുക്കൾ ദിവസം മുഴുവനും മെയിലിനായി കാത്തിരിക്കേണ്ടി വരും. ബട്ട് ദേ ആർ ഓക്കെ. ബട്ട് ദേ ആർ ഓക്കെ. പക്ഷേ അവർക്കത് കുഴപ്പമില്ല. ഈ ഒച്ചില്ലേ, ഈ ഒച്ച് പതുക്കെ വരുള്ളൂ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരെല്ലാം ഈ മെയിലിനായി വൈകുന്നേരം വരെ കാത്തു നിൽക്കും. പക്ഷേ അത് അവർക്ക് കുഴപ്പമില്ല. ബട്ട് ദേ ആർ ഓക്കെ, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ആരാ എന്തോ പറയുന്നുണ്ടല്ലോ, അതാരാ? പുവർ സ്നെയിൽ, ഹി ഡസ് ഹിസ് ബെസ്റ്റ്. പുവർ സ്നെയിൽ, ഹി ഡസ് ഹിസ് ബെസ്റ്റ്. പാവം ഒച്ച്, അവൻ അവൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നു. ഹി ഡസ് ഹിസ് ബെസ്റ്റ്, അവൻ്റെ പരമാവധി അവൻ ചെയ്യുന്നു. അവൻക്ക് അത്രേ കഴിവുള്ളൂ, അതിൻ്റെ പരമാവധി അവൻ ചെയ്യുന്നു എന്നാരാ ഇവിടെ പറയുന്നേ? വൺ ഫൈൻ ഡേ
Mr. Snail starts his walk. One fine day, Mr. Snail starts his walk. ഒരു നല്ലൊരു ദിവസം ആ ഒച്ച് തൻ്റെ നടത്തം ആരംഭിച്ചു. അവൻ രാവിലെ നടക്കാൻ തുടങ്ങി. എങ്ങോട്ടാ നടക്കണേ? മെയിൽ കൊണ്ടുകൊടുക്കാൻ. He walks and walks along the roads. He walks and walks along the road. അവൻ റോഡുകളിലൂടെ നടക്കുന്നു. He walks and walks along the road. അവൻ റോഡുകളിലൂടെ നടക്കുന്നു. Soon the sky turns dark. Soon the sky turns dark. താമസിക്കാതെ ആകാശം ഇരുണ്ടു. പെട്ടെന്ന് ഇരുട്ടായി, മഴ പെയ്യാനായി. ഓക്കെ, ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. മഴ പെയ്യാൻ തുടങ്ങുന്നു. വൺ ഫൈൻ ഡേ മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ട് ഹിസ് വാക്ക്. ഹി വാക്സ് ആൻഡ് വാക്സ് അലോങ് ദി റോഡ്സ്. സൂൺ ദ സ്കൈ ടേൺസ് ഡാർക്ക്. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. ഒരു ദിവസം രാവിലെ വച്ച് തൻ്റെ പണി തുടങ്ങുന്നു. അവൻ നടക്കാൻ ആരംഭിക്കുന്നു. അവൻ റോഡിലൂടെ നടക്കുന്നു. പെട്ടെന്ന് ആകാശം ഇരുണ്ടതാവുന്നു. ആകാശം ഇരുണ്ടതാവുന്നതിനാ? മഴ പെയ്യാൻ വേണ്ടി. ഓക്കെ, അടുത്തത് നോക്കാം. ദ കോൾഡ് വിൻഡ് ബ്ലോസ്, ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. ദ കോൾഡ് വിൻഡ് ബ്ലോസ്, ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? തണുപ്പ്. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. ദ കോൾഡ് വിൻഡ് ബ്ലോസ്, ഒരു തണുത്ത കാറ്റ് വീശുന്നു. ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്, റോഡുകൾ വെള്ളത്തിനടിയിലാവുന്നു. കാറ്റും മഴയും പെയ്ത് റോഡുകളൊക്കെ വെള്ളത്തിനടിയിലാവുന്നു. നോ ഐ ഷുഡ് നോട്ട് ഫെയിൽ. നോ ഐ ഷുഡ് നോട്ട് ഫെയിൽ. ഞാൻ പരാജയപ്പെടരുത്. എന്താ പറയുന്നത്? നോ ഐ ഷുഡ് നോട്ട് ഫെയിൽ. ഇല്ല, ഞാൻ പരാജയപ്പെടരുത്. ഒച്ച് അവനോട് തന്നെ പറയുന്നു. ഈ മഴയും ഈ വെള്ളമൊക്കെ വന്നാലും ഞാൻ പരാജയപ്പെടില്ല എന്ന് അവനോട് തന്നെ അവൻ പറയുന്നു. ദ റോഡ്സ് ആർ ബാഡ്. ദ റോഡ്സ് ആർ ബാഡ്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. ബാഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോശം. റോഡുകൾ മോശമാണ്. ദ റോഡ്സ് ആർ ബാഡ്. ആ റോഡുകൾ മോശമാണ്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. ആ ഒച്ച് വളരെ ദുഃഖിതനാണ്. സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ. ദ റോഡ്സ് ആർ ബാഡ്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. ഹൗ വിൽ ഐ ഗോ? ഹൗ വിൽ ഐ ഗോ? ഞാൻ എങ്ങനെ പോകും? ഞാൻ എങ്ങനെ പോകും എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ? ഹൗ വിൽ ഐ ഗോ. അപ്പോൾ നീ എങ്ങനെ പോകും എന്ന് ചോദിക്കുന്നത് എന്താ? ഹൗ വിൽ യു ഗോ. ഓക്കെ. ഹാ ഹാ, ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ? ഹാ ഹാ, ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ എന്നാരാ ചോദിക്കുന്നത്? തവള. തവള ചോദിക്കുക, ഹാ ഹാ, ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ? നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ? നീന്താൻ പറ്റുമോ എന്ന് തവള ചോദിക്കുന്നു. തവളനെന്താ പറയുക? ഫ്രോഗ് അല്ലേ? ആ ഫ്രോഗ് ചോദിക്കുന്നു, ആഹാ, ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ? ആഹാ, നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ എന്ന് ആ ഫ്രോഗ് ചോദിക്കുന്നു. നീന്തൂലേ? അതിനെയാണ് സ്വിം എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ. ഇറ്റ് ഈസ് ഫോർ സെയിൽ. മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ. ആ ഒച്ച് ഒരു ട്രാക്ടർ കാണുന്നു. സീസ്. സീസ് എന്ന് പറഞ്ഞാൽ കാണുന്നു. എ ട്രാക്ടർ. ആ ഒച്ച് ഒരു ട്രാക്ടർ കാണുന്നു. ഇറ്റ് ഈസ് ഫോർ സെയിൽ. സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് വിൽക്കാൻ വെച്ചേക്കുവാണ്. ഇറ്റ് ഈസ് ഫോർ സെയിൽ. അത് വിൽപ്പനയ്ക്ക് വെച്ചതാണ്. ആ വണ്ടിയിൽ കണ്ടോ ഫോർ സെയിൽ എന്ന്? അതിൻ്റെ മുകളിൽ ആരോ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇത് വിൽക്കാൻ വെച്ചതാണ്, ആരെങ്കിലും വേണമെങ്കിൽ വന്നോളി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സ്നെയിൽ എന്ത് പറയുന്നത് നോക്കാം. ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ.
ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. എനിക്ക് ഈ ട്രാക്ടർ എന്തായാലും വാങ്ങണം. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. അത് എന്നെ വേഗത്തിൽ ചലിക്കാൻ സഹായിക്കും എന്ന് ആ സ്നൈൽ പറയുന്നു. എന്താ പറഞ്ഞേ? ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. എനിക്കെന്തായാലും ഈ ട്രാക്ടർ വാങ്ങണം. ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. ഇതെന്നെ വേഗത്തിൽ ചലിക്കാൻ സഹായിക്കും. അവനിനി വാങ്ങുമോ? നോക്കാം. ഹി ബൈസ് ദ ട്രാക്ടർ. ഇറ്റ് മേക്സ് ഹിം മൂവ് ഫാസ്റ്റർ. ഹി ബൈസ് ദ ട്രാക്ടർ. ബൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങുന്നു. ഹി ബൈസ് ദ ട്രാക്ടർ. അത് അവൻ വാങ്ങുന്നു. ഇറ്റ് മേക്ക് ഹിം മൂവ് ഫാസ്റ്റർ. അതവനെ വേഗത്തിൽ ചലിക്കാൻ സഹായിക്കുന്നു. ആദ്യം അവൻ പതുക്കല്ലേ പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് അവൻ ആ ട്രാക്ടർ വാങ്ങുന്നു. അതവനെ വേഗത്തിൽ ചലിക്കാൻ സഹായിക്കുന്നു. ഇനി അവൻ ട്രാക്ടറിലായിരിക്കും മെയിൽ കൊണ്ടെടുക്കുക. ഓക്കെ, അടുത്തത് നോക്കാം. ലുക്ക് ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ്. നൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദി റൈറ്റ് ടൈം. ലുക്ക് ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ്. നൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദി റൈറ്റ് ടൈം. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ എന്നാണ്. ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ്. എങ്ങനെയാ മിസ്റ്റർ സ്നെയിൽ പോകുന്നേ? ആ ഒച്ച എങ്ങനെയാ പോകുന്നേ? നൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദി റൈറ്റ് ടൈം. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ അവൻ്റെ മെയിൽ കൃത്യസമയത്ത് എത്തുന്നുണ്ട്. നോക്കൂ ആ ഒച്ച എങ്ങനെയാ പോകുന്നതെന്ന്. ഇനി അവൻ്റെ മെയിൽ കൃത്യസമയത്ത് എത്തും എന്നാ ഫോക്സ് പറയുന്നു, അല്ലേ? ആ കുറുക്കൻ പറയുന്നു. നോക്കൂ അവൻ എങ്ങനെയാ പോകുന്നത്. ഇനി അവൻ്റെ മെയിൽ കൃത്യസമയത്ത് എത്തും, വൈകൂല എന്ന് ആ ഫോക്സ് പറയുന്നു. അവന് ട്രാക്ടറിലല്ലേ പോയത്, അപ്പോൾ ഇനി എല്ലാവർക്കും പെട്ടെന്ന് ലെറ്റർ കിട്ടും, മെയിൽ കിട്ടും. ഓക്കെ, ഡിഡ് യു ലൈക്ക് ദി സ്റ്റോറി ഓഫ് ദി സ്നെയിൽ? ഡിഡ് യു ലൈക്ക് ദി സ്റ്റോറി ഓഫ് ദി സ്നെയിൽ? നിങ്ങൾക്ക് ഈ ഒച്ചിൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ? വാട്ട് ഡസ് ദി ഹണി ബി ആസ്ക്? കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. ഇതിലെന്താണെന്നറിയോ പറഞ്ഞേ? ആ തേനീച്ച എന്താണ് ചോദിക്കുന്നതെന്ന്. വാട്ട് ഡസ് ദ ഹണി ബി ആസ്ക്? ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് ആ ഹണി ബി ചോദിക്കുന്നതെന്ന്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. ആ സംഭാഷണം പൂർത്തിയാക്കാനാണ് പറയുന്നത്. എന്തായിരിക്കും ചോദിക്കുക? എന്തായിരിക്കും? ഇപ്പം ആ മൂങ്ങ പറയുന്നത് കണ്ടോ? ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രോം മൈ ആൻറ്റ്. ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രോം മൈ ആൻറ്റ്. ഇതെൻ്റെ അമ്മായിയുടെ കത്താണ് എന്ന് ആ മൂങ്ങ പറയുന്നുണ്ട്, അല്ലേ? സേ ദ ഓൾ. ഇതെൻ്റെ അമ്മായിയുടെ കത്താണെന്നാണ് ആ മൂങ്ങ പറയുന്നത്. അപ്പം എന്തായിരിക്കും ഹണി ബി ചോദിച്ചത്? എന്തായിരിക്കും? ഇത് നിനക്ക് ആര് തന്ന കത്താ എന്നായിരിക്കോ ചോദിക്കുന്നത്? എന്തായിരിക്കും? അത് നിങ്ങൾ തന്നെ ഗസ് ചെയ്തു. ഓക്കെ, നമ്മുടെ യൂണിറ്റ് 1 ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇനി വരാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. അതിൻ്റെ പേര് എ പീസ് ഓഫ് കേക്ക് എന്നാണ്. എ പീസ് ഓഫ് കേക്ക്. നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമാണോ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.